ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ടീം ആൻഡ് റൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് NDA, നിങ്ങളുടെ എക്സാം എന്നാണ്, എലിജിബിലിറ്റി, അതേപോലെ ഏജ് ലിമിറ്റ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. NDA എന്താണെന്ന് പലർക്കും അറിയില്ല. അതായത് നമ്മുടെ കേരളത്തിലെ പലർക്കും NDA കുറിച്ച് വളരെയധികം അറിവില്ല. അപ്പോൾ NDA കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് NDA? NDA എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി. വർഷത്തിൽ 2 തവണ ചാൻസ് ലഭിക്കുന്ന ഒന്നാണ് NDAയുടെ എക്സാം. അതായത് നിങ്ങൾക്ക് വർഷത്തിൽ 2 തവണ NDAയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് എല്ലാ വർഷവും ഏപ്രിലാണ്. 2026 ഏപ്രിലിൽ തന്നെ ആയിരിക്കും NDAയുടെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കാൻ പോകുന്നത്. അതേപോലെ സെക്കൻഡ് ഫേസ് എക്സാം നടക്കുന്നത് സെപ്റ്റംബർ. എല്ലാ വർഷവും സെക്കൻഡ് ഫേസ് എക്സാം നടക്കുന്നത് സെപ്റ്റംബറിലാണ്. സോ 2026 NDAയുടെ സെക്കൻഡ് ഫേസ് എക്സാം നമ്മൾക്ക് സെപ്റ്റംബറിൽ തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, അതായത് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, ഇതിലേക്ക് കടക്കാനുള്ള ഒരു മെയിൻ കവാടമാണ് NDA. കാൻഡിഡേറ്റ്സ് ട്രെയിൻ അറ്റ് NDA, അതായത് നിങ്ങൾക്ക് NDAയുടെ ട്രെയിനിങ് ലഭിക്കുന്നത് കടക്വാസ്ല, അതായത് പൂനെയിലുള്ള ഒരു പ്ലേസ് ആണ്. കടക്വാസ്ല എന്ന പ്ലേസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് NDAയുടെ ട്രെയിനിങ് ലഭിക്കുന്നത്. അതിനുശേഷം നിങ്ങളെ IMA, INA, IFA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമി, അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ഇതിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് റിട്ടേൺ എക്സാം ആണ്. അതായത് നിങ്ങളുടെ എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതായത് SSB ഇന്റർവ്യൂ, സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറിച്ചിട്ടാണ്. മസ്റ്റായിട്ട് നിങ്ങളുടെ നാഷണാലിറ്റി, അതായത് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാഷണാലിറ്റി വരുന്നത് നിങ്ങളൊരു ഇന്ത്യൻ, അതായത് നിങ്ങളൊരു ഇന്ത്യക്കാരിയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എയർഫോഴ്സ് ആൻഡ് നേവി, ഈ ഒരു ഫോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th +2 പാസ്ഡ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. നോട്ട് ചെയ്ത് നോക്കുക, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന സ്ട്രീമിൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് നേവി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആർമി വിങ്ങിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 10th +2 പാസ്ഡ് ആയിരിക്കണം. അതായത് നിങ്ങൾ ഏത് സ്ട്രീമും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ്. ഇത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 16 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, അതായത് ഇതിൽ വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എക്സാമിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് എയർലി പ്രിപ്പറേഷൻ, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ആണ്. അതായത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് കുറേ ഉണ്ടാവും. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, ഇതുപോലത്തെ കുറേ സബ്ജക്റ്റിൽ കുറേ കുട്ടികൾ വീക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഡെയിലി പ്രാക്ടീസ്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെയുള്ള സബ്ജക്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഡ് ന്യൂസ് പേപ്പർ പ്ലസ് മന്ത്ലി ഡിഫൻസ് അപ്ഡേറ്റ്സ്. അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ മനസ്സിലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് എന്നതുള്ള ഒരു ധാരണ ലഭിക്കും. അതേപോലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇനി നെക്സ്റ്റ് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആർമി, നേവി, എയർഫോഴ്സ്, ഇതിൽ ഏത് യൂണിഫോം ആണോ നിങ്ങൾ അണിയാൻ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള ഒരു പ്രധാന വഴിത്തിരിവാണ് NDA എക്സാം. ദേശത്തെ സേവിക്കാനും ദേശ
ദേശത്തെ ബഹുമാനിക്കാനും അതേപോലെ ദേശത്തിനായി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു അവസരമാണ് NDA. അപ്പൊ നിങ്ങൾക്കായി നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലിയുടെ 2025-26 ബാച്ചിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് സെക്ഷൻ. അതായത് ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാൻ കഴിയാത്തവർക്ക് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതേപോലെ വീക്ക്ലി 6 days ക്ലാസ് അവൈലബിൾ ആണ്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കായിട്ട് 2 പുതിയ പ്ലാറ്റ്ഫോംസ് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി നമ്മുടെ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി ജോയിൻ ചെയ്യാം. ഇതിൽ ഡെയിലി നോട്ടിഫിക്കേഷൻസ്, അപ്ഡേഷൻസ്, അതേപോലെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനലിന്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ചാനലാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്നാണ് വാട്സ്ആപ്പ് ചാനലിന്റെ പേര്. അപ്പോൾ ഇതിലും ഡെയിലി മോക്ക് ടെസ്റ്റ്, അതേപോലെ നോട്ടിഫിക്കേഷൻസ്, തൊഴിൽ വാർത്ത, തൊഴിൽ വേദി, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓഫീസ് നമ്പർ. ഈ നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.